ദരിദ്രരെ ചേർത്തു പിടിക്കുക. സ്വർഗത്തിൽ പ്രവേശിച്ച ഭൂരിപക്ഷം ജനങ്ങളും അവർ പാവപ്പെട്ടവരായിരുന്നു, മിസ്കിന്മാരായിരുന്നു. ഒരിക്കലും തന്നെ യതീമായ ചെറിയ മക്കളെ നാം അടിച്ചമർത്തരുത്. ആയിഷ ബീവി പറയുകയാണ്, ഈ ഒരു സംഭവം എനിക്ക് വല്ലാതെ എന്നെ നൊമ്പരപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദര സഹോദരിമാരെ, വിശുദ്ധ റമദാനിലെ ഒന്നാമത്തെ 10 അവ്വലുഹു റഹ്മ, ആദ്യ 10 റഹ്മത്തിന്റെ 10 എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന, അള്ളാഹുവിന്റെ പ്രത്യേക കാരുണ്യം ഭൂലോകത്തേക്ക് ഇറങ്ങുന്ന 10 ദിനങ്ങളാണ് വിശുദ്ധ റമദാനിലെ ആദ്യത്തെ 10 ദിനങ്ങൾ. ആ റഹ്മത്ത് നാം അള്ളാഹുവിനോട് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം നാം നേടിയെടുക്കണം. അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇരുലോകത്തും രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ കാരുണ്യം കേവലം ചോദിക്കുക എന്നുള്ളത് മാത്രമല്ല നമുക്ക് നേടിയെടുക്കാനുള്ള മാർഗം. മറ്റൊന്ന്, അള്ളാഹുവിന്റെ കാരുണ്യം ലഭിക്കാൻ ഏറ്റവും ലളിതമായ മറ്റൊരു രീതി, ജീവജാലങ്ങളോടും പാവപ്പെട്ടവരോടും സമൂഹത്തിൽ അടിച്ചമർത്തപ്പെടുന്നവരോടുമൊക്കെ നമുക്ക് അവരോട് അങ്ങോട്ട് കാരുണ്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് ലഭിക്കാനുള്ള ഒരു മാർഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ലാ യർഹം ലാ യുർഹം, കരുണ ചെയ്യാത്തവൻ കരുണ ചെയ്യപ്പെടുകയില്ല. ഇർഹമു മൻ ഫിൽ അർളി ഇർഹമുകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ ചെയ്യുക, എങ്കിൽ ആകാശത്തിന്റെ അധിപൻ നിങ്ങളോട് കാരുണ്യം കാണിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാരുണ്യത്തിന്റെ മനസ്സ്, കാരുണ്യ പ്രവർത്തനങ്ങളിലൂന്നിയ ജീവിതം നമുക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ ധാരാളം പാവപ്പെട്ടവരും ദരിദ്രരും ജീവിക്കുന്നുണ്ട്. നമ്മുടെ ഇന്ത്യ രാജ്യം വളരെയധികം ദരിദ്രരുള്ള രാജ്യമാകുന്നു. വലിയ വികസനത്തിന്റെ പാതയിലാണ് നമ്മുടെ രാജ്യമെങ്കിലും ദരിദ്രർ വളരെ കൂടുതലുള്ള ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പാവപ്പെട്ടവന്റെ പട്ടിണി കാണാനും ഒന്നുമില്ലാത്തവന്റെ കഷ്ടപ്പാടുകൾ കാണാനും അത് നീക്കം ചെയ്യാനും നമുക്ക് കണ്ണുണ്ടാകണം, നമുക്ക് നിയോഗമുണ്ടായിരിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം പാവങ്ങളോട് ചേർന്ന് നിൽക്കണം. പാവങ്ങളുടെ കണ്ണീരൊക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ എന്നും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഈ ലോകത്തെ ദുർബലർ ആത്മീയ ലോകത്തെ പ്രമുഖരാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഉസാമ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, കുന്തു അലാ ബാബിൽ ജന്ന, ഞാൻ സ്വർഗത്തിന്റെ കവാടം ഒന്ന് പോയി നോക്കിയ കവാടം വരെ, അവിടെ ഞാൻ ഇന്ന് സ്വർഗത്തിലേക്കൊന്ന് നോക്കി, ഫഇദൻ അഅമ്മതു മൻ ദഖലഹൽ മസാകീൻ, സ്വർഗത്തിൽ പ്രവേശിച്ച ഭൂരിപക്ഷം ജനങ്ങളും അവർ പാവപ്പെട്ടവരായിരുന്നു, മിസ്കിന്മാരായിരുന്നു. അതേസമയം പണക്കാർ പലരും അവർ സ്വർഗത്തെ തൊട്ട് തടയപ്പെട്ടു. അവരിൽ പലരും സ്വർഗത്തിലെ നരകത്തിലാണ് കാണാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട്? പണക്കാർ പലപ്പോഴും പണത്തിന്റെ പേരിൽ അഹങ്കാരം കാണിക്കുകയും പണമുണ്ടാകുമ്പോൾ കൊടുക്കേണ്ട സക്കാത്ത് കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്തതുകൊണ്ട് നരകത്തിലേക്ക് കടക്കേണ്ടി വന്നു. അതേസമയം എത്രയോ നല്ല പണമുള്ള ആളുകൾ, നല്ല മുതലാളിമാർ അവരുടെ സമ്പത്ത് കൊണ്ട് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പാനും അതുപോലെ തന്നെ ദീനീ സംരംഭങ്ങളെയും സ്ഥാപനങ്ങളെയും പള്ളികളെയും മറ്റു സംവിധാനങ്ങളെയും ഒക്കെ സഹായിക്കാൻ മുൻപന്തിയിലുള്ള എത്രയോ ധനികരായ മുതലാളിമാരായ ആളുകളുണ്ട്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന്റെ നിഴൽ നൽകും. ഇടത് കൈ അറിയാതെ വലത് കൈ കൊണ്ട് സ്വതക്ക ചെയ്തവർക്ക് അർശിന്റെ നിഴലുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതായത് മറ്റൊരാൾ അറിയാതെ രഹസ്യമായി അള്ളാഹുവിന്റെ പ്രീതി മാത്രം കാംക്ഷിച്ചുകൊണ്ട് ദാനധർമ്മം ചെയ്ത ആളുകൾക്ക് അർശിന്റെ തണലുണ്ട് എന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേസമയം പാവപ്പെട്ട ആളുകളെ നാം ഒരിക്കലും അവഗണിക്കാൻ പാടില്ല. പാവപ്പെട്ട ആളുകൾ, നമ്മുടെ മുമ്പിൽ കൈനീട്ടി യാചിക്കുന്ന വ്യക്തികൾ, നമ്മുടെ കയ്യിൽ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും അവരെ ആട്ടിയോടിക്കുകയോ തെറിയഭിഷേകം കൊണ്ട് അവരുടെ മനസ്സ് വിഷമിപ്പിക്കുകയോ ചെയ്യുന്നവരാകരുത് നമ്മൾ. ചോദിച്ചു വരുന്നവരെ നിങ്ങൾ വിരട്ടി ഓടിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ദാരിദ്ര്യം എന്നുള്ളത് ഒരു ന്യൂനതയല്ല, അത് ഒരു കുറവായി കാണേണ്ട സംഗതിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഒരു സ്വഹാബിയോട് ചോദിച്ചു. ആ സ്വഹാബിയുടെ അരികിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുന്നുണ്ട്. ആ മനുഷ്യനെ കുറിച്ച് സ്വഹാബിയോട് ചോദിച്ചു, മാ റഅയുക ഫീ ഹാദാ, ഈ മനുഷ്യനെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? ആ സ്വഹാബി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, ഈ മനുഷ്യൻ റജുലുൻ മിൻ അഷ്റാഫിൻ നാസ്, ഇദ്ദേഹം ജനങ്ങളുടെ കൂട്ടത്തിൽ പ്രമുഖരായ വ്യക്തികളുടെ കൂട്ടത്തിലുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തെ ആരെങ്കിലും വിവാഹാന്വേഷണം നടത്തിയാൽ ആരും അദ്ദേഹത്തിന് കല്യാണം കഴിച്ചു കൊടുക്കും. ഒരു വിഷയത്തിൽ ഇദ്ദേഹത്തിനെ സാക്ഷി നിർത്തുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ സാക്ഷിത്വം ജനങ്ങൾ സ്വീകരിക്കും. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ജനങ്ങൾ അതിന് വില കൽപ്പിക്കും. അങ്ങനെയുള്ള മാന്യനായ വ്യക്തിയാണ് അദ്ദേഹം. കുറച്ചു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു വ്യക്തി നടന്നുപോയി. ആ വ്യക്തിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, മാ റഅയുക ഫീ ഹാദാ, ഇദ്ദേഹത്തെ കുറിച്ച് നിന്റെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അദ്ദേഹം റജുലുൻ മിൻ ഫുഖറാഇൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളിലെ ദരിദ്രരുടെ കൂട്ടത്തിൽപ്പെട്ട വ്യക്തിയാണ്. അദ്ദേഹത്തെ ആരെങ്കിലും വിവാഹാന്വേഷണം നടത്തിയാൽ ലാ യുൻകഹ്, അദ്ദേഹത്തിന് ആരും വിവാഹം കഴിച്ചു കൊടുക്കുകയില്ല. അദ്ദേഹം ഒരു വിഷയത്തിൽ സാക്ഷി പറയുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും സ്വീകരിക്കുകയില്ല. ഒരു വിഷയത്തിൽ ശുപാർശ ചെയ്യുകയാണ് എങ്കിൽ അദ്ദേഹത്തിന്റെ ശുപാർശ ആരും സ്വീകരിക്കുകയില്ല. അദ്ദേഹത്തിന്റെ വാക്കിനെ, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തെ ആരും മുഖവിലെടുക്കുകയില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഹാദാ ഖൈറും മിൻ മിൽഇൽ അർളി മിസ്ല ഹാദാ. ഈ ഒരൊറ്റ മനുഷ്യൻ, ഈ രണ്ടാമത് വന്ന മനുഷ്യൻ, ഇദ്ദേഹത്തെ പോലെ ഒരാളാണ് നമ്മൾ ആദ്യം കണ്ട മനുഷ്യനെ പോലത്തെ ആളുകൾ ഭൂമി മുഴുവനും നിറച്ചുണ്ടാകുക എന്നുള്ളതിനേക്കാൾ ഏറ്റവും ഉത്തമം. രണ്ടാമത് നീ ദരിദ്രനാണെന്ന് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹമാണ് നല്ലത്. അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് സ്ഥാനം ഉണ്ടാകണമെന്നില്ല, ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വീകരിക്കപ്പെടണമെന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് നല്ല ഒരു മനസ്സുണ്ട്, വിനയത്തിന്റെ മനസ്സുണ്ട്. ആ മനസ്സുകൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ നാളെ പാരത്രിക ലോകത്ത് രക്ഷപ്പെടും. അതുകൊണ്ട് അദ്ദേഹത്തിന് നാളെ പാരത്രിക ലോകത്ത് വലിയ സ്ഥാനമുണ്ട് എന്ന് ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നാം ഒക്കെ എപ്പോഴും ദരിദ്രരുടെ കൂടെ നിൽക്കണം. അവരെ അവഗണിക്കരുത്, അവരുടെ വാക്കുകളെ തള്ളിക്കളയരുത്, അവരുടെ അഭിപ്രായങ്ങളെ മാനിക്കേണ്ടതുണ്ട്. ഒരു മീറ്റിംഗ് കൂടുമ്പോൾ അല്ലെങ്കിൽ കൂടിയിരുന്ന് സംസാരിക്കുമ്പോൾ അവരുടെ വാക്കുകൾക്ക് കൂടെ നാം കാതുകൊടുക്കേണ്ടതുണ്ട്, അവരുടെ അഭിപ്രായങ്ങളെ കൂടെ നാം സ്വീകരിക്കേണ്ടതുണ്ട്. ഒരിക്കലും തന്നെ അവരെ മുഖവിലക്കെടുക്കാതെ നിസ്സാരവൽക്കരിക്കുകയോ വിഷമിപ്പിക്കുകയോ ചെയ്യുന്നവരാവാൻ പാടില്ല നമ്മൾ. സമൂഹത്തിന്റെ താഴെ തട്ടിലുള്ള പാവപ്പെട്ടവർ, ഒന്നുമില്ലാത്ത യതീമക്കളായ ആളുകൾ, വിധവകളായ സഹോദരിമാർ, അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ വേണ്ട സാമ്പത്തിക സഹായം ചെയ്തു കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിൽ സമ്പത്തുള്ള ആളുകളുടെ ഉത്തരവാദിത്തമാണ് എന്ന് സമ്പന്നർ മനസ്സിലാക്കേണ്ടതുണ്ട്. സമ്പന്നർക്കുള്ള ഏക ബാധ്യത സക്കാത്ത് മാത്രമാണ് എന്ന് മനസ്സിലാക്കിയവരുണ്ട്. അല്ല, സമൂഹത്തിൽ പാവപ്പെട്ടവരെ സഹായിക്കുകയും വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുകയും തുടങ്ങി പാവപ്പെട്ടവന്റെ കൈപിടിച്ച് അവരെ സമൂഹത്തിന്റെ ഉന്നത മേഖലയിലേക്ക് എത്തിക്കുക എന്നുള്ളത് സമ്പന്നരുടെ ഉത്തരവാദിത്തമാണ്. അതുകൂടെ സമ്പന്നർ ആ ഉത്തരവാദിത്വം കൂടെ നിറവേറ്റുന്നതിന് വേണ്ടി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യതീമായി ജീവിച്ചു വളർന്നു. യതീമക്കളെ പ്രത്യേകം
പരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിരുന്നു ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഅമ്മൽ യതീമ ഫലാ തഖ്ഹർ, വിശുദ്ധ ഖുർആനിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൽപ്പനയാണ്. യതീമായ വ്യക്തിയെ, നബിയെ തങ്ങൾ അടിച്ചമർത്താൻ പാടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള കൽപ്പനയാണ് എങ്കിലും നമുക്ക് കൂടെ ബാധ്യതയുള്ള ഒരു കൽപ്പനയാണത്. ഒരിക്കലും തന്നെ യതീമായ ചെറിയ മക്കളെ നാം അടിച്ചമർത്തരുത്. പലപ്പോഴും വാപ്പ മരിച്ചും സ്വത്തൊക്കെ ഓരിവെക്കുന്നത് മുതിർന്ന മക്കളായിരിക്കും. പലപ്പോഴും ചെറിയ മക്കളായിട്ട് ഈ മരിച്ച വാപ്പാക്കുണ്ടാകും പ്രായപൂർത്തിയെത്താത്തവർ. അവർക്ക് വകതിരിവ് പോലും ചിലപ്പോൾ എത്തിയിട്ടുണ്ടാവില്ല. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവർ പലപ്പോഴും ഈ യതീമക്കളുടെ വിഹിതം കൈപ്പറ്റാറുണ്ട്. നിഷിദ്ധമാണത്, ഹറാമാണത്, മഹാപാപമാണത്. ഒരിക്കലും അത്തരം ഘട്ടങ്ങളിൽ യതീമിന്റെ സ്വത്ത് നമ്മുടെ വയറ്റിലേക്ക് വരാൻ പാടില്ല. അത് നാം അനധികൃതമായി ഉപയോഗിക്കാൻ പാടില്ല. മഹാപാപമാണ് യതീമിന്റെ സ്വത്ത് അപഹരിക്കുക, അത് പിടിച്ചെടുക്കുക, അത് ഭക്ഷിക്കുക എന്നുള്ളത്. യതീമക്കളോട് എപ്പോഴും കരുണയോടുകൂടെ സ്നേഹത്തോടുകൂടെ പെരുമാറേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അനവ കാഫിറുൽ യതീമി ഫിൽ ജന്നത്തി ഹാക്കദ, ഞാനും യതീമക്കളെ പരിപാലിക്കുന്നവനും യതീമക്കളെ സംരക്ഷിക്കുന്നവനും സ്വർഗീയ ലോകത്ത് ഇങ്ങനെയാണ് എന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. തന്റെ ചൂണ്ടുവിരലും നടുവിരലും പരസ്പരം ചേർത്തു പിടിച്ചുകൊണ്ട് മുത്തനബി പറഞ്ഞു, ഞാനും യതീമക്കളെ ചേർത്തു പിടിക്കുന്നവനും ഇതുപോലെയാണ് എന്ന് പറഞ്ഞാൽ എന്റെ തൊട്ടടുത്തുള്ള സ്ഥാനം യതീമക്കളെ പോറ്റി വളർത്തുന്ന, യതീമക്കളെ പരിപാലിക്കുന്നവർക്കുണ്ട് എന്നാണ് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിൽ വിധവകളായ സ്ത്രീകൾ ധാരാളം ഉണ്ട്. അവരുടെ വീടിന്റെ അത്താണിയായ ആ വീട്ടിലെ ഈ സഹോദരിയുടെ ഭർത്താവ്, ആ വീട്ടിലെ ഗൃഹനാഥൻ പെട്ടെന്ന് മരിച്ചപ്പോൾ ആ വീട് സംരക്ഷിക്കാൻ ആളില്ലാതെയായിപ്പോയി. ആ വീട്ടിൽ ഇനി ആരുമില്ല. അവിടത്തെ യജമാനനായി, ആ വീട്ടിന്റെ സംരക്ഷകനായി, ആ വീടിന്റെ അത്താണിയായിരുന്ന വ്യക്തി മരണപ്പെട്ടപ്പോൾ ആ വീട് മൊത്തം പട്ടിണിയായപ്പോൾ ആ വീട്ടിൽ ഒരു ഉമ്മയുണ്ട്. ആ ഉമ്മ വിധവയാണ്. ഒരു പക്ഷേ ആ ഉമ്മ ഇനി കല്യാണം കഴിക്കണമെന്നില്ല. കുട്ടികളുടെ കാര്യം ഓർത്തുകൊണ്ട്, കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ട്, വേദനകൾ കടിച്ചമർത്തിക്കൊണ്ട് ജീവിക്കുന്ന എത്രയോ ഉമ്മമാരുണ്ട്. ആ ഉമ്മമാരുടെ വേദനകൾ സമൂഹത്തിലെ മുതലാളിമാർ, സമ്പന്നരായ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ വിശുദ്ധ റമദാനിൽ കിറ്റുകൾ, സ്നേഹ കിറ്റുകൾ, സാന്ത്വന കിറ്റുകൾ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് വീടിന്റെ വലിപ്പം നോക്കാതെ, തറവാടിന്റെ മഹിമ നോക്കാതെ, ആരാണ് കഷ്ടപ്പെടുന്നവർ എന്ന് കൃത്യമായി പഠനം നടത്തിയിട്ട് അങ്ങോട്ട് കിറ്റുകളും സഹായങ്ങളും എത്തിക്കാൻ വേണ്ടി നാം എല്ലാവരും ശ്രമിക്കേണ്ടതുണ്ട്. ഒരു പക്ഷേ മരിച്ചുപോയ ഭർത്താവ് ഗൾഫിൽ നിന്ന് അധ്വാനിച്ച പണം കൊണ്ട് സുന്ദരമായൊരു വീട് നിർമ്മിച്ചിട്ടുണ്ടാവും. പക്ഷേ ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ വീട് പട്ടിണിയായിരിക്കും. ആ ഒരു വിവരം നാം മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ട സാന്ത്വന സഹായങ്ങൾ നാം നൽകേണ്ടതുണ്ട്. അതിന് വലിയ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസ്സായി അലൽ അർമിലതി വൽ മിസ്കീൻ കൽ മുജാഹിദി ഫീ സബീലില്ലാഹ്. പാവപ്പെട്ടവർക്കും വിധവകൾക്കും വേണ്ടി കഷ്ടപ്പെടുന്നവർ, അധ്വാനിക്കുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തുന്നവനെ പോലെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സമൂഹത്തിൽ ഭർത്താക്കന്മാർ മരണപ്പെട്ടു പോയ എത്രയോ വിധവയായ സഹോദരിമാരുണ്ട്. അവരായിരിക്കും ആ വീടിന്റെ അത്താണി. അത്തരം വീടുകളിലേക്ക് നമ്മുടെ സഹകരണങ്ങൾ എപ്പോഴും ഉണ്ടാകണം എന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നാം നമ്മുടെ വീടുകളിൽ കല്യാണം നടത്തുമ്പോൾ, സൽക്കാരം സംഘടിപ്പിക്കുമ്പോൾ, മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ ഒരിക്കലും പാവങ്ങളെ അവഗണിക്കാൻ പാടില്ല. ചില ആളുകളൊക്കെ സദ്യ സംഘടിപ്പിക്കുമ്പോൾ, വിവാഹ സൽക്കാരം സംഘടിപ്പിക്കുമ്പോൾ മുതലാളിമാരെ മാത്രം പ്രത്യേകം സെലക്ട് ചെയ്ത് ക്ഷണിക്കുന്നവരുണ്ട്. തന്റെ കല്യാണത്തിന് ആഡംബര കാറുകളുടെ ഒരു വലിയ ലോകം തന്നെ ഉണ്ടാകണമെന്ന് ചിന്തിക്കുന്ന ഇടുങ്ങിയ ചിന്താഗതിയുള്ള മുതലാളിമാരുണ്ട്. അത്തരം സദ്യകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ബിഅ്സ ത്വആമു ത്വആമുൽ വലീമത്തി യുദ്ആ ഇലൈഹൽ അഗ്നിയാ വയുത്രകുൽ ഫുഖറാ. സദ്യകളുടെ കൂട്ടത്തിലെ ഏറ്റവും മോശമായ സദ്യ,
ഭക്ഷണങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മോശമായ ഭക്ഷണം മുതലാളിമാർ മാത്രം ക്ഷണിക്കപ്പെടുകയും പാവങ്ങൾ തടയപ്പെടുകയും ചെയ്യുന്ന സദ്യയാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. പാവങ്ങളെ ക്ഷണിക്കാത്ത, തൊട്ടടുത്ത അയൽവാസി പാവപ്പെട്ടവനായതിന്റെ പേരിൽ അവനെ അവഗണിച്ചുകൊണ്ട് അങ്ങ് ദൂരത്തുള്ള വലിയ സമ്പന്നരെ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന സദ്യ, ആ സദ്യയിലേക്ക് നമ്മെ ക്ഷണിച്ചാൽ പോലും ക്ഷണം സ്വീകരിക്കാൻ നിർബന്ധമില്ല എന്നുള്ളതാണ് കർമ്മശാസ്ത്ര മസ്തല. വിവാഹ സൽക്കാരത്തിലേക്ക് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കേണ്ടതുണ്ട്. എന്നാൽ ഇത്തരം ഒരു സദ്യയാണ് എങ്കിൽ അവിടെയുള്ള ഭക്ഷണം ഏറ്റവും മോശമായ ഭക്ഷണമാണ് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത്തരം സദ്യകളിലേക്ക് പോകൽ നിർബന്ധമില്ല. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നാം കല്യാണങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളെ നാം വിളിക്കുമ്പോൾ അതിൽ സമ്പത്ത് കുറഞ്ഞതിന്റെ പേരിൽ, പാവപ്പെട്ടവനായതിന്റെ പേരിൽ ആരെയും മാറ്റി നിർത്തരുത്, ആരെയും അവഗണിക്കരുത്. നമ്മളുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് നാം പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ഒരാളെയും അവഗണിച്ചു മാറ്റി നിർത്തിക്കൂടാ. പാവപ്പെട്ടവരാണല്ലോ നമ്മുടെ ഭക്ഷണം കഴിക്കാൻ ഏറ്റവും അർഹർ, അവരെ നാം വിളിക്കട്ടെ. അവരെ വിളിച്ചുകൊണ്ട് നോമ്പുതുറ സൽക്കാരങ്ങളും മറ്റ് സൽക്കാരങ്ങളും നാം സംഘടിപ്പിക്കട്ടെ. അങ്ങനെയാകുമ്പോൾ ആ സദ്യക്ക്, ആ സൽക്കാരത്തിന്, ആ കല്യാണത്തിന് വലിയ ബറക്കത്തുണ്ടാകും. പാവപ്പെട്ടവനെ ചേർത്തു പിടിക്കുന്നവന് സ്വർഗമുണ്ട് എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹദിയുടെ വീട്ടിലേക്ക് പാവപ്പെട്ട ഒരു സഹോദരി കടന്നു വന്നു. ആ സഹോദരിയുടെ കൂടെ 2 ചെറിയ പെൺമക്കളുണ്ട്. വല്ലതും തരുമോ, ഭക്ഷണം വല്ലതും ഉണ്ടോ എന്ന് അന്വേഷിച്ചു വന്നതാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആ വന്ന 3 സ്ത്രീകൾക്ക്, ഉമ്മയായ സ്ത്രീക്കും ചെറിയ പെൺമക്കൾക്കും 3 കാരക്ക, 3 ഈത്തപ്പഴം എടുത്തു കൊടുത്തു. നോക്കൂ നിങ്ങൾ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിൽ അതേ ഉള്ളൂ. അതുകൊണ്ട് ആ 3 ഈത്തപ്പഴം അവർക്ക് കൊടുത്തു. ആ സഹോദരി അത് സന്തോഷപൂർവ്വം ഏറ്റുവാങ്ങിയതിന് ശേഷം അതിൽ നിന്ന് ഒന്ന് ഒരു മകൾക്ക് കൊടുത്തു, മറ്റൊരു മകൾക്ക് കൊടുത്തു. 2 മക്കളും വിശപ്പ് സഹിക്കവയ്യാതെ ജീവിച്ചിരുന്നവരായതുകൊണ്ട് തന്നെ കിട്ടിയ ഉടനെ തന്നെ അത് വായയിലിട്ട് തിന്നുകളഞ്ഞു. 3ാമത്തെ ഈത്തപ്പഴം തിന്നാൻ വേണ്ടി ആ ഉമ്മ ഉദ്ദേശിക്കുമ്പോൾ ആ ഈത്തപ്പഴം കൂടെ ഈ 2 പെൺമക്കൾ, ഈ ചെറിയ മക്കൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങൾക്ക് ഇനിയും വേണമെന്നവർ പറയുകയാണ്. ആ ഉമ്മയുടെ മനസ്സ് വേദനിച്ചു. ആ ഉമ്മ അത് 2 കഷ്ണങ്ങളാക്കിയിട്ട് 2 പെൺമക്കൾക്കും കൊടുക്കുകയാണ്. ആ ഉമ്മ തിന്നാൻ ഉദ്ദേശിച്ചിരുന്ന ഈത്തപ്പഴമായിരുന്നു, പക്ഷേ അത് ആ പെൺമക്കൾക്ക് കൊടുത്തു. ആയിഷ ബീവി പറയുകയാണ്, ഈ ഒരു സംഭവം എനിക്ക് വല്ലാതെ എന്നെ നൊമ്പരപ്പെടുത്തി, എനിക്ക് അത്ഭുതം ഉളവായി. ഈ സംഭവം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ ഞാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു. അത് കേട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹാ അൽ ജന്ന ഔ അഅതഖഹാ ബിഹാ മിനൻ നാർ. ആ ഉമ്മയെ ഈ ഒരു പ്രവൃത്തി കാരണം, പാവപ്പെട്ട ഈ 2 പെൺമക്കൾക്ക് ഭക്ഷണം കൊടുത്തതിന്റെ പേരിൽ ആ ഉമ്മക്ക് അല്ലാഹു തആല നരകമോചനം നൽകിയിരിക്കുന്നു, സ്വർഗം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നാം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കുന്നവരാകണം. അവരോട് കൂടെ എപ്പോഴും കൂട്ടുകൂടുന്നവരാകണം. നമ്മുടെ ഭക്ഷണങ്ങളിൽ ഒരു വിഹിതം അവർക്ക് കൂടെ ഉണ്ടാകുന്നതിന് വേണ്ടി നാം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു ജനങ്ങളിൽ ഏറ്റവും കാരുണ്യ പ്രവർത്തനം നടത്തുന്ന, സാന്ത്വന പ്രവർത്തനം നടത്തുന്ന ഖലീഫയായിരുന്നു. അവിടുന്ന് രാത്രിയിൽ മദീനയിൽ എല്ലാ വീടുകളും ചുറ്റിക്കറങ്ങി സഞ്ചരിക്കും. ആ വീടുകളിൽ കഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് അന്വേഷിക്കും. മദീനയിൽ ഒരു വീട്ടിൽ കണ്ടു കാണാത്ത വൃദ്ധയായ ഒരു സഹോദരി ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. പലപ്പോഴും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇരുളിന്റെ മറവിൽ ആ വീട്ടിലെത്തുകയും ആ ഉമ്മയ്ക്ക് വേണ്ട ശുശ്രൂഷകൾ നിർവഹിക്കുകയും പരിചരണങ്ങൾ നൽകുകയും ആവശ്യമായ ഭക്ഷണം നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു. ചിലപ്പോഴൊക്കെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ വീട്ടിലെത്തുമ്പോൾ താൻ ചെയ്യുന്ന ഡ്യൂട്ടി വേറെ ആരോ നിർവഹിച്ചതായി കാണാറുണ്ട്. ആരായിരിക്കും ഇത് ചെയ്തത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ദിവസം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വെയിറ്റ് ചെയ്തു.
അതൊന്ന് നിരീക്ഷിക്കാൻ വേണ്ടി ഒരുങ്ങി. അപ്പോൾ കടന്നു വരുന്നത് ഫൈദൻ ഹുവ അബൂബക്കർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആകുന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഖലീഫയാകുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള സാന്ത്വന പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഉമ്മയുടെ കണ്ണു കാണാത്ത വൃദ്ധയായ, ആരാരുമില്ലാതെ സമൂഹത്തിൽ ഒറ്റപ്പെട്ട് കിടക്കുന്ന, ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത രോഗിയായ ഈ ഉമ്മക്ക് വേണ്ട ശുശ്രൂഷകളും ഭക്ഷണങ്ങളും എല്ലാം നൽകുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മനസ്സിലാക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പോലും പാവപ്പെട്ടവർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, ഒന്നുമില്ലാത്തവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ബഹുമാനപ്പെട്ട ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി, ഒരു ദിവസം പാവപ്പെട്ട ഒരു സമൂഹം ആളുകളുടെ അരികിലൂടെ നടന്നു പോവുകയാണ്. അവർ റോഡിൽ കിടക്കുന്ന പത്തിരി കഷ്ണങ്ങൾ പെറുക്കിയെടുത്ത് ഭക്ഷിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു പോകുന്നത് കണ്ടപ്പോൾ ആ പാവപ്പെട്ടവർ ബഹുമാനപ്പെട്ട മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടിയായ ഹസൻ തങ്ങളെ അവരുടെ കൂട്ടത്തിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു അവരുടെ ക്ഷണം സ്വീകരിച്ച് അവരോട് കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ആ ദരിദ്രരെ മഹാനവറുകൾ സദ്യക്ക് ക്ഷണിക്കുകയും അവർക്ക് സുഭിക്ഷമായ ഭക്ഷണവും വസ്ത്രവും നൽകുകയും ചെയ്തു. ആലോചിച്ചു നോക്കൂ, പാവപ്പെട്ടവർ റോഡരികിൽ നിന്ന് കിട്ടിയ പത്തിരി കഷ്ണങ്ങൾ സ്വരൂപിച്ചു ഭക്ഷണം കഴിക്കുകയാണ്, അവരുടെ ക്ഷണം സ്വീകരിക്കുകയാണ്. പാവപ്പെട്ടവന്റെ ക്ഷണം സ്വീകരിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. എന്ന് മാത്രമല്ല, ആ പാവപ്പെട്ടവർക്ക് ബഹുമാനപ്പെട്ട ഹസൻ റളിയല്ലാഹു അൻഹു ഭക്ഷണം തയ്യാറാക്കി അവരെ ഒരു സദ്യക്ക് വേണ്ടി ക്ഷണിക്കുകയും ചെയ്യുകയാണ്. നാം ആലോചിച്ചു നോക്കണം. ഇന്ന് പലപ്പോഴും പല ആളുകളും വീഡിയോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാറുണ്ട്. അങ്ങനെ മാത്രം പോരാ, നിരന്തരം അവരുടെ ഉന്നമനത്തിന് വേണ്ടി, അവരുടെ പുരോഗതിക്ക് വേണ്ടി, അവരെ സമൂഹത്തിലേക്ക് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നാമും എന്നെന്നും ഉണ്ടായിരിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദാരിദ്ര്യം അതൊരു വലിയ മുസീബത്ത് തന്നെയാണ്. ദാരിദ്ര്യം എന്നുള്ളത്, കടുത്ത ദാരിദ്ര്യം എന്നുള്ളത് നാം കാവൽ ചോദിക്കേണ്ട ഒന്നാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ, ദാരിദ്ര്യത്തിൽ നിന്ന് കാവൽ ചോദിച്ചിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഖീർ, മിസ്കീൻ, പാവപ്പെട്ടവർ രണ്ട് വിധമാണ്. അതിൽ മിസ്കീനാവുക എന്നുള്ളത് ന്യൂനതയല്ല, അതൊരു നല്ല കാര്യം തന്നെയാകുന്നു. മിസ്കീൻ എന്ന് പറഞ്ഞാൽ 100 രൂപയുടെ ചെലവിന് 80 രൂപ മാത്രമേ വരുമാനമുള്ളൂ, ബാക്കി 20 രൂപക്കുള്ളത് അവർക്ക് ഒപ്പിക്കാൻ സാധിക്കും. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തുകൊണ്ട് ഒപ്പിക്കാൻ സാധിക്കും. ഇവനാണ് മിസ്കീൻ. അവർ അത്ര തന്നെ ഗുരുതരമല്ലാത്ത, അത് മിസ്കീനാവുക എന്നുള്ളത് അത്ര തന്നെ പ്രശ്നമുള്ള കാര്യമല്ല. അതേസമയം ഫഖർ, ദാരിദ്ര്യം എന്നുള്ളത്, കടുത്ത ദാരിദ്ര്യം എന്നുള്ളത്, 100 രൂപയുടെ ചെലവുണ്ട്, 50 രൂപ പോലും തികച്ചു കിട്ടുന്നില്ല. അത് വലിയൊരു പ്രശ്നമാണ്. കാരണം നമ്മുടെ ഈമാന് തന്നെ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ടാകും. പണവുമായി മറ്റു മതസ്ഥരോ ആശയ വൈകല്യം പിടിപെട്ട മറ്റു ചിലരോ വരുമ്പോൾ ഈ പാവപ്പെട്ടവൻ അവരുടെ ആദർശത്തിലേക്ക്, അവരുടെ ആശയത്തിലേക്ക് ചേക്കാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ വലിയ അപകടമാണ് കടുത്ത ദാരിദ്ര്യം എന്നുള്ളത്. അതുകൊണ്ട് കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന് നാം കാവൽ ചോദിക്കേണ്ടതുണ്ട്. കാരണം കടുത്ത ദാരിദ്ര്യം, ജീവിക്കാൻ പോലും കഷ്ടപ്പെടുമ്പോൾ ആരാണ് പണം തരുന്നത്, അവരോട് കൂടെ പോകാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് കടുത്ത ദാരിദ്ര്യം, ഫഖർ എന്നുള്ളത്. അതേസമയം മിസ്കീൻ എന്ന് പറഞ്ഞാൽ, മസ്കനത്ത് എന്ന് പറഞ്ഞാൽ അത്ര തന്നെ വലിയ ദാരിദ്ര്യമല്ല, കുറെയൊക്കെ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കും. അതുകൊണ്ട് മിസ്കീനാവുക എന്നുള്ളത് ഒരു ന്യൂനതയല്ല, നല്ല കാര്യമാണ്. അതേസമയം കടുത്ത ദാരിദ്ര്യം ഉണ്ടാവുക എന്നുള്ളത്, അതിൽ നിന്ന് നാം കാവൽ ചോദിക്കേണ്ടതാകുന്നു. സൂറത്തുൽ വാഖിഅ എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിലെ മഹത്തായ സൂറത്ത്, ആ സൂറത്ത് നിത്യേന ഓതുന്ന ആൾക്ക് ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ ഖറഅ സൂറത്തുൽ വാഖിഅ ഫീ കുല്ലി ലൈലത്തിൻ ലം തുസിബുഹു ഫാഖത്തുൻ അബദാ. എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ ഒരാൾ പാരായണം ചെയ്യുകയാണ് എങ്കിൽ അയാൾക്ക് ദാരിദ്ര്യം, ഫഖർ, വളരെയധികം കഷ്ടപ്പെടേണ്ട വിധത്തിലുള്ള ദാരിദ്ര്യം ഉണ്ടാവുകയില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ വാഖിഅ ഓതിയാൽ വലിയ മുതലാളിയാകും എന്നല്ല പറഞ്ഞത്, ഉള്ള സമ്പത്ത് കൊണ്ട് സന്തോഷിക്കാനും മനസ്സിന് സംതൃപ്തി ഉണ്ടാകാനും ഉള്ള സാഹചര്യം, അതിനാവശ്യമായ സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തരും. അതുകൊണ്ട് സൂറത്തുൽ വാഖിഅ എന്നും ഓതുക എന്നുള്ളത് സുന്നത്താണ്, നാം പ്രാവർത്തികമാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കടുത്ത ദാരിദ്ര്യത്തിൽ നിന്ന്, ക്ഷമിക്കാൻ കഴിയാത്ത, ആദർശം മാറിപ്പോകുന്ന, ആശയങ്ങൾ വ്യതിചലിക്കുന്ന രൂപത്തിലുള്ള കൊടിയ പട്ടിണിയും കടുത്ത ദാരിദ്ര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്ന് നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സമൂഹത്തിലെ പാവപ്പെട്ടവരെ ചേർത്തു പിടിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു തആല നമുക്ക് തന്ന് അനുഗ്രഹിക്കട്ടെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. പാപങ്ങൾ നീ പൊറുക്കണം റഹ്മാനെ. രോഗങ്ങൾക്ക് ശിഫാ നൽകണം റഹ്മാനെ. വിഷമങ്ങൾക്ക് പരിഹാരം നൽകണം റഹ്മാനെ. ആഖിബത്ത് നന്നായി മരിക്കാൻ നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഏവരെയും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. റബ്ബേ, ഞങ്ങളിൽ പലരും മരണപ്പെട്ടു പോയി, അവർക്കെല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണം റഹ്മാനെ. സ്വർഗം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. റമദാൻ കൊണ്ട് വിജയിക്കുന്നവരിൽ നാം ഏവരെയും അല്ലാഹു തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ.